ഡോക്ടറെ, ബോധം തെളിയുവോ അതോ ജഗമുഖയാവോ? വലിയ ഡോക്ടർ ഇപ്പോഴെങ്ങാനും വരുവോ അതോ കുറച്ചുകൂടെ പരിചയമുള്ള ഒരു ഡോക്ടറെ ഞങ്ങൾ പുറത്തിറങ്ങിക്കൂ. അതെ അതെ, നിങ്ങളെല്ലാം പുറത്തിറങ്ങിക്കും. ഇറങ്ങിക്കോ. ഞാൻ ഡോക്ടറായിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചോളാം. എല്ലാരും പോയി ഡോക്ടറെ. തന്നോട് ഇനി പ്രത്യേകം പറയണോ? വേണ്ട, ഇപ്പം പറഞ്ഞത് മതി. പോകു പുറത്ത്. സിസ്റ്റർ, ഓക്സിജൻ റെഡിയാക്കൂ. എങ്ങനെയുണ്ടോ? കുഴപ്പമാ പ്രസിഡന്റ്. ബോധം തെളിഞ്ഞിട്ടില്ല. കറണ്ട് മുഴുവനും ശരീരത്തൊന്നും പോയിട്ടില്ല. അയ്യോ, അപ്പൊ കുഴപ്പമാവൂ. സുഭദ്രമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? കരയണ്ട മോളെ, ഞങ്ങളൊക്കെ വന്നില്ലേ. സുഭദ്രമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട കേട്ടോ. മതി. കൈയെടുക്കണോ പ്രസിഡന്റ്? അങ്ങനെ തൊട്ടുള്ള ആശ്വസിപ്പിക്കലൊന്നും വേണ്ട. എനിക്കല്ലേ കിടക്കൂ. ഇല്ല ഡോക്ടറെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു കറണ്ടും ഈ സുഭദ്രയ്ക്ക് ഏക്കില്ല. മോളെ, പാർവതി എവിടെ? ചേച്ചി വീട്ടിലുണ്ടമ്മേ. അയ്യോ, കൈ പോയി. ഇതെന്താ കറണ്ടില്ലേ? അത് ശരി, ഉള്ള കറണ്ടൊക്കെ തോണ്ടി പറിച്ചെടുത്തിട്ട് ഇപ്പൊ കറണ്ട് ഇല്ലേന്നോ? കറണ്ട് നാട്ടിലെങ്ങും ഇല്ല. വാ, കേറി പോകാം. പോവാം. എന്താന്നേ? അമ്മയ്ക്ക് എന്ത് പറ്റി? ഒക്കെ പിന്നെ പറയാം. മോളകത്ത് വിളക്ക് വയ്ക്ക്. അമ്മയ്ക്ക് ഷോക്ക് അടിച്ചതും ആശുപത്രി കൊണ്ടുപോയതും ഒന്നും ചേച്ചി അറിഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയോ പോയിരിക്കാണെന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പൊ അറിഞ്ഞോ? നമ്മുടെ ഭാഗ്യം കൊണ്ടാ അമ്മ രക്ഷപ്പെട്ടത്. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് 2 ദിവസം അവിടെ കിടന്നൂടായിരുന്നോ? ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വരില്ലേ? അതെങ്ങനെയാ? ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്കും ചാടി എണീറ്റ് കഴിഞ്ഞു. ആര് പറഞ്ഞിട്ട് കേൾക്കാൻ? ചുമ്മാ ഇരിയടി. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല മോളെ, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. നിങ്ങളെ രണ്ടിനെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നവരെ ഇനി കാലം വന്ന് വിളിച്ചാലും അമ്മ പോവില്ല. പിന്നെ കാലൻ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടല്ലേ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. പോടി, നിനക്കിത്തിരി വിളച്ചിൽ കൂടുന്നുണ്ട്.